അടിമാലി കൂമ്പൻപാറ മണ്ണിടിച്ചിലിൽ ദുരന്തബാധിതർ നിർമ്മാണ കമ്പനിയുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. ദേശീയപാത നിർമ്മാണ കരാറെടുത്ത ഇ.കെ.കെ. കമ്പനിയുടെ അടിമാലി അമ്പലപ്പടിയിലെ ഓഫീസിന് മുന്നിലാണ് ഉപരോധം. വീട് നഷ്ടമായവർക്ക് ഇൻഷുറൻസ് പോലും കിട്ടിയിട്ടില്ല. പകരം താമസ സൗകര്യം ഒരുക്കിയ വീടുകൾക്ക് വാടകയും നൽകുന്നില്ല എന്നാണ് പരാതി. ജെയിൻ എസ് രാജുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജെയിൻ, ഗുഡ് മോർണിംഗ്. അന്ന് തന്നെ അടിമാലിയിലുണ്ടായ മണ്ണിടിച്ചിൽ, അതിന്റെ ആഘാതം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ പല വാഗ്ദാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനുശേഷവും ആ ദുരിതം തുടരുകയാണോ? എന്താണ് അവിടെയുള്ളവർ പറയുന്നത്? പ്രതിഷേധം എങ്ങനെയാണ്? തീർച്ചയായിട്ടും പൂജ, നമുക്കറിയാം ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആ പ്രദേശവാസികൾക്ക് നൽകിയ ചില ഉറപ്പുകളുണ്ട്. അത് ഈ അപകടം ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു അപകടമാണ്. ദേശീയപാതയുടെ നിർമ്മാണത്തിലുണ്ടായ അപാകത മൂലമാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്ക് ആണ് എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അവർ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കും. അതുവരെ ഈ വീട് നഷ്ടപ്പെട്ടവർക്ക് താമസിക്കാൻ വീട് വാടകയ്ക്ക് എടുത്ത് നൽകും എന്നുള്ളതായിരുന്നു ഉറപ്പ്. പക്ഷേ ആ ഉറപ്പ് ഇതുവരെ ദേശീയപാത അതോറിറ്റി പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ 3 മാസമായി വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ വാടക നൽകാൻ തയ്യാറായിട്ടില്ല. ഇത് സംബന്ധിച്ച് പലതവണ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ജില്ലാ കളക്ടർ തന്നെ ഇക്കാര്യത്തിൽ ഈ ദുരിതബാധിതർ സമരരംഗത്തേക്ക് ഇറക്കിയാൽ അതിന്റെ ഉത്തരവാദിത്വം ദേശീയപാത അതോറിറ്റിക്കാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ഈ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. നിരുത്തരവാദിത്തപരമായിട്ടുള്ള ഒരു സമീപനമാണ് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഇ.കെ.കെ. എന്ന ഈ കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അടിമാലിയിലെ ഈ ഇ.കെ.കെ. കമ്പനിയുടെ ഓഫീസിന് മുന്നിൽ 15 കുടുംബങ്ങൾ പ്രതിഷേധിക്കുന്നത്. അവർ വാടക നൽകണം, അതോടൊപ്പം തന്നെ നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം നടത്തുന്നത്.